തന്റെ ഭർത്താവിൽ നിന്ന് സ്വർണത്തിനും പണത്തിനും വിവാഹച്ചിലവിനും കേസ് ഫയൽ ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭർതൃവീട്ടിലെത്തിയാലുടൻ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പണവും സൂക്ഷിക്കാനായി ഭാര്യ തന്റെ ഭർത്താവിനെയും ഭർതൃവീട്ടുകാരെയും ഏൽപ്പിക്കുന്നു എന്ന് കരുതാനാകില്ല. സ്വന്തമായി സൂക്ഷിക്കാനുള്ള അറിവും സ്വാതന്ത്ര്യവും പുതിയ കാലത്തെ വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്കുണ്ട്. ഒരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ പൊതുരീതി അനുസരിച്ച്, സോഷ്യൽ കസ്റ്റം അനുസരിച്ച് സ്വർണം ഭർത്താവിനെ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നു എന്ന് കരുതാൻ പ്രയാസമാണ്. കോടതി തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്, അസംഷനുകളെയല്ല. സോഷ്യൽ കസ്റ്റം തെളിവായി എടുക്കാൻ കഴിയില്ല. ഭാര്യയുടെ സ്വർണം ഭർത്താവിനെ എൻട്രസ്റ്റ് ചെയ്തതിന് വ്യക്തമായ തെളിവില്ലാതെ സ്വർണം തിരികെ നൽകാൻ ഭർത്താവിനെ നിർബന്ധിക്കാനാകുന്നതല്ല. സ്വർണമോ പണമോ ഭർത്താവിനെയോ ഭർതൃവീട്ടുകാരെയോ വിശ്വസിച്ചേൽപ്പിച്ചതായും അത് പിന്നീട് മിസ്യൂസ് ചെയ്തതായുമുള്ള ഓറലോ ഡോക്യുമെന്ററിയോ സർക്കംസ്റ്റാൻഷ്യലോ ആയ തെളിവുണ്ടാകണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടേതാണ് ഈ സുപ്രധാനമായ വിധി. ഫാമിലി കോടതി വിവാഹ നിശ്ചയത്തിന് ഭർത്താവിന് കൈമാറിയ തുകയും സ്വർണവും വിവാഹത്തിന് ചിലവായ എമൗണ്ടും ഭാര്യയ്ക്ക് തിരികെ നൽകണമെന്ന് വിധിച്ചിരുന്നു. ഈ ഉത്തരവിന്മേൽ ഭർത്താവും ഭർതൃവീട്ടുകാരും ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച കോടതി വിവാഹനിശ്ചയ ദിവസം ഭർത്താവിന് നൽകിയ തുകയ്ക്ക് തെളിവുള്ളതിനാൽ അത് ഭാര്യയ്ക്ക് തിരികെ നൽകണമെന്ന് ഉത്തരവിട്ടു. കൂടാതെ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് നൽകിയ സ്വർണത്തിൽ നിന്ന് ഭർത്താവ് പണയം വയ്ക്കാൻ വാങ്ങിയ സ്വർണത്തിന് തെളിവുള്ളതിനാൽ അത്രയും സ്വർണം തിരികെ നൽകണമെന്നും വിധിച്ചു. എന്നാൽ വിവാഹാഘോഷത്തിന് മുടക്കുന്ന പണം ഇരു കൂട്ടരുടെയും പൊതുചിലവായതിനാൽ അത് ഭർത്താവിനോ ഭാര്യയ്ക്കോ മടക്കി നൽകണമെന്ന് വിധിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഒരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടുമായി കോടതിയിലെത്തുന്നതിന് മുമ്പ് ഇത്തരം വിധികൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. തന്റെ ഭർത്താവിൽ നിന്ന് സ്വർണത്തിനും പണത്തിനും വിവാഹച്ചിലവിനും കേസ് ഫയൽ ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.